നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. ജാമ്യം തേടി ജയരാജൻ. കതിരൂർ കുരുക്കിൽ നിന്ന് രക്ഷ നേടാൻ പി ജയരാജൻ വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ. ഒന്നാം പ്രതി വിക്രമൻ തന്റെ ഡ്രൈവർ ആയിരുന്നില്ലെന്ന് തലശ്ശേരി സെഷൻസ് കോടതിയിൽ ജയരാജന്റെ ജാമ്യ ഹർജി. അപേക്ഷ നാളെ കോടതി പരിഗണിക്കും. കേസിൽ ജയരാജനെ പ്രതി ചേർക്കപ്പെട്ട സാഹചര്യത്തെ രാഷ്ട്രീയമായി നേരിടാൻ CPM. പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ അറസ്റ്റിനൊരുങ്ങി CBI. അന്വേഷണ ഏജൻസി നടപ്പാക്കാൻ ശ്രമിക്കുന്നത് RSS അജണ്ടയെന്ന് ആരോപണം. UAPA ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് ജയരാജനെ പ്രതിയാക്കി CBI ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത് ഇന്നലെ. അറസ്റ്റ് സൃഷ്ടിച്ചേക്കാവുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിയുമായി CBI ചർച്ച. ജയരാജൻ 25ാം പ്രതിയായ കേസിൽ അന്വേഷണ സംഘം ഇതുവരെ അറസ്റ്റ് ചെയ്തത് പാർട്ടി ഏരിയ സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയും ഉൾപ്പെടെ 24 പേരെ. കൊല്ലപ്പെട്ട RSS നേതാവിനോട് ജയരാജന് രാഷ്ട്രീയവും വ്യക്തിപരവുമായ വൈരാഗ്യം ഉണ്ടായിരുന്നതായി CBI. പേര് പോലെയല്ല അന്വേഷണം. മന്ത്രി K. ബാബുവിനെതിരായ ബാർക്കോഴ കേസിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് വിജിലൻസ്. ദ്രുത പരിശോധന പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ഡയറക്ടർ ശങ്കർ റെഡ്ഡി കോടതിയോട് 1 മാസത്തെ സമയം ആവശ്യപ്പെടും. നിലപാട്: ദ്രുത പരിശോധന റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനുള്ള സമയം നാളെ അവസാനിക്കാനിരിക്കെ കേസിൽ ശാസ്ത്രീയ പരിശോധനകൾ നടക്കുന്നതേ ഉള്ളൂ എന്നും മൊഴി രേഖപ്പെടുത്താൻ സാവകാശം വേണമെന്നും വിജിലൻസ് ഡയറക്ടർ. ലാവ്ലിൻ വീണ്ടും കോടതിയിൽ. SNC ലാവ്ലിനെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള സർക്കാർ നീക്കത്തിന് ഹൈക്കോടതിയുടെ മറുപടി. കമ്പനിക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ അനുമതി വാങ്ങണമെന്ന് കോടതി. കേസിൽ 4 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ ഇരു കക്ഷികൾക്കും നിർദ്ദേശം. കോടതി ഉത്തരവ് കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ നൽകിയ ഹർജിയിൽ മലബാർ ക്യാൻസർ സെന്ററിന് ഗ്രാന്റ് നൽകാമെന്ന തരത്തിൽ സർക്കാരുമായി കരാർ ഉണ്ടാക്കിയിട്ടില്ലെന്നും ഇല്ലാത്ത കരാറിന്റെ പേരിൽ തങ്ങളെ കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള ശ്രമം തടയണമെന്നും ആവശ്യം. പാരകളുടെ പരമ്പര. ലാവ്ലിനും കതിരൂരിനും പിന്നാലെ CPMന് തലവേദനയാകാൻ TP ചന്ദ്രശേഖരൻ വധക്കേസും. കേസ് CBIക്ക് വിടുന്ന കാര്യത്തിൽ അടിയന്തരമായി വേണ്ടതു ചെയ്യാമെന്ന് KK രമയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. രാവിലെ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ വെച്ച് KK രമയും മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് CPM. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന നീക്കങ്ങൾ ഉറ്റുനോക്കി പാർട്ടി നേതൃത്വം. തരൂർ നിരീക്ഷണത്തിൽ. സുനന്ദ പുഷ്കറുടെ മരണത്തിൽ ശശി തരൂരിനെതിരെ പരാമർശവുമായി എയിംസിന്റെ മെഡിക്കൽ റിപ്പോർട്ട്. സുനന്ദയുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് തരൂർ നൽകിയത് തെറ്റായ വിവരങ്ങൾ. ഡോക്ടർക്ക് ഇമെയിൽ സന്ദേശം അയച്ച് അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമിച്ചെന്നും വിവരം. എയിംസിന്റെ റിപ്പോർട്ട് സുനന്ദ പുഷ്കറിന്റെ ആന്തരാവയവങ്ങൾ പരിശോധിച്ച് FBI റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. വിശദ പരിശോധനയ്ക്കായി മെഡിക്കൽ സംഘത്തിന്റെ റിപ്പോർട്ട് ഡൽഹി പോലീസിന്. കൂടുതൽ വിവരങ്ങൾക്കായി തരൂരിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും സൂചന. രാജ്യം കാക്കുന്ന നിലപാട്. ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ ദളിത് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി ഇന്ന് നിലപാട് വ്യക്തമാക്കും. അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം രൂക്ഷം. ആത്മഹത്യ ചെയ്ത രോഹിത് വെമുലയ്ക്കൊപ്പം നേരത്തെ പുറത്താക്കപ്പെട്ട 4 ദളിത് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ റദ്ദാക്കിയത് ഇന്നലെ. എന്നാൽ സംഭവത്തിൽ കേന്ദ്രമന്ത്രിമാരായ ബണ്ടാരു ദത്താത്രേയുടെയും സ്മൃതി ഇറാനിയുടെയും രാജി ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് സമരസമിതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.